ഈ വർഷാരംഭത്തിലെ എല്ലാവരും ചില ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാകത്തില്ലേ, നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊരു വർഷം അവസാനം ആകുമ്പോഴത്തേക്ക് അത് മുഴുവൻ ഇട്ട് തീർന്നില്ലെങ്കിൽ നമുക്കൊരു, അല്ലെങ്കിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഒരു അസംതൃപ്തിയാണ് അല്ലേ. അതുപോലെയാണ് എൻ്റെ ഒരു കാര്യം കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് വീഡിയോ അത് മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ എടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വരെ ഇപ്പം എനിക്ക് ഒരാഴ്ച ലീവാണ്. അപ്പം മാക്സിമം ഞാനിത് അപ്ലോഡ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇച്ചിരിയൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ബ്ലൂ ലേക്കിനെ കുറിച്ചാണ് കേട്ടോ. ഈ ബ്ലൂ ലേക്കിനെ കുറിച്ച് എന്നൊരു ഫണ്ണി ടോക്ക് പറയട്ടെ. ഇതൊരു സാധാരണ തടാകമല്ല, മൂഡ് സിങ്ങൊക്കെ ഉള്ള ഒരു തടാകമാണ് കേട്ടോ. ഇതിൻ്റെ മൂഡ് സിങ് എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നീല നിറത്തിൽ സ്റ്റൈലായിട്ടിരിക്കും, അന്ന് നല്ല മൂഡായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം എന്ത് ചെയ്യും, ഇതൊന്ന് ചേഞ്ച് വേണമെന്ന് വിചാരിക്കും എന്നും പറഞ്ഞിട്ട് പിറ്റത്തെ ദിവസം അതിൻ്റെ മൂഡ് അനുസരിച്ച് അത് ഗ്ലൂമി ആയിരിക്കും, നമ്മളെ പോലെ തന്നെ അല്ലേ. ചിലപ്പോൾ ഹാപ്പി, അല്ലെങ്കിൽ ചിലപ്പോൾ സീരിയസ്, ചിലപ്പോൾ ലീവ് മി എലോൺ എന്ന മൂഡ്. പക്ഷേ എന്ത് തന്നെ ആയാലും ഇതിന് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു: ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നാൽ പേടിക്കേണ്ട, അത് നമ്മളെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി തന്നെയാണെന്ന്. കറക്റ്റല്ലേ? എന്നാൽ ബ്ലൂ ലേക്ക് പറയുന്നത് ഒന്ന് മാത്രം: ബി ലൈക്ക് മീ. മാറിക്കൊണ്ടിരിക്കുക, പക്ഷേ നിങ്ങളുടെ സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സോ ഇന്ന് ഞങ്ങൾ ഏത് നിറത്തിലാണ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നല്ല മൂഡാണെങ്കിൽ എനിക്ക് നല്ല നീല കളറായിരിക്കും, എന്നാൽ എനിക്ക് നല്ല മൂഡല്ലെങ്കിലോ ഞാനൊരു ഗ്രേ നിറത്തിലോട്ടും പോകും. അപ്പം എനിക്ക് എപ്പോഴും നല്ല മൂഡ് തരുന്ന എൻ്റെ മാസം എന്ന് പറയുന്നത് നവംബർ അവസാനം മുതൽ മാർച്ച് മാസം അവസാനം വരെയാണ്. അന്ന് എനിക്ക് നല്ല നീല കളറായിരിക്കും, ഞാൻ നല്ല ഉടുപ്പുകളിടും, നല്ല നീല നിറത്തിലുള്ള ഉടുപ്പുകളാണെന്ന് മാത്രം. അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ നിറങ്ങളിൽ, അല്ലാത്ത മാസങ്ങളിൽ, ദിവസങ്ങളിൽ പറയുന്നതിനേക്കാൾ നല്ലത് മാസങ്ങളെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. അല്ലാത്ത മാസങ്ങളിൽ എൻ്റെ കളർ എന്തായിരിക്കും? ഗ്രേ കളറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ ലേക്കിനെ കുറിച്ച് ചുമ്മാ ഒരു വീഡിയോ. എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ടോക്ക് കേട്ടാലോ. സൗത്ത് ഓസ്ട്രേലിയയിലെ നമ്മുടെ മൗണ്ട് ഗാംബിയറിലുള്ള ബ്ലൂ ലേക്ക് പേര് കേട്ട ഒരു സാധാരണ നീല തടാകമാണെന്ന് തോന്നാം. പക്ഷേ ഇതിന് വലിയൊരു കഥയുമുണ്ട്, സയൻസ് നിറഞ്ഞ ഒരു മാജിക്കുമുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് കേട്ടാലോ. ഇത് എങ്ങനെയുണ്ടായി എന്നായ തന്നെ ആദ്യം ഞാൻ പറയാം. ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു സാധാരണ തടാകമല്ല, ഇതൊരു അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടി ഉണ്ടായിട്ടുള്ള ഒരു വലിയ വോൾക്കാനിക് ക്രാക്കർ ലേക്കാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ ഒരു വലിയ കുഴി രൂപപ്പെടുന്നു. അതിൽ പിന്നീട് മഴവെള്ളം നിറഞ്ഞ് ഇതിനെ ഒരു ബ്ലൂ ലേക്കായി മാറുന്നു. ഇന്ന് ഈ പ്രദേശത്തുള്ള ഒട്ടുമുക്കാൽ വീടുകളിലോട്ടും ഒട്ടുമുക്കാൽ കൃഷിസ്ഥലങ്ങളിലേക്കും ഒക്കെ വെള്ളം സപ്ലൈ ചെയ്യാനുള്ള ഒരു സോഴ്സ് കൂടാണ്. എസ്പെഷ്യലി ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ആയിട്ടാണ് നമ്മുടെ ഈ ബ്ലൂ ലേക്കിനെ കാണുന്നത്. ഇത് കാണാൻ മാത്രമല്ല, സൗന്ദര്യത്തിൽ മാത്രമല്ല, ജീവൻ നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു ജീവജല സ്രോതസ്സ് കൂടിയാണെന്നർത്ഥം. പിന്നെ എന്തുകൊണ്ട്, നമുക്ക് അടുത്തൊരു സയൻസിനെ കുറിച്ച് കേട്ടാലോ. അപ്പോൾ ഇതിൻ്റെ സയൻസാണ് കേട്ടോ. കളർ ചേഞ്ച് എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് അറിയണ്ടേ. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് ഇൻസ്റ്റൻറ്റിങ് ഭാഗം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലേക്ക് എപ്പോഴും ഒരേ നിറത്തിലല്ല. വർഷത്തിലെ ചില മാസങ്ങളിൽ ഇത് ഡീപ്പ് ബ്ലൂ ആയിട്ട് മാറും, മറ്റ് സമയങ്ങളിൽ ഗ്രേയിഷ് കളറായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യപ്രകാശവും വെള്ളത്തിലെ കാൽഷ്യം കാർബണേറ്റിൻ്റെയും ടെമ്പറേച്ചർ ചേഞ്ചും, ഈ വെള്ളത്തിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചും ആണ് സമ്മർ കാലത്ത് ഈ തടാകത്തിന് നീല നിറം ഉണ്ടാക്കുവാൻ കാരണമാകുന്നത്. എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമ്മർ കാലത്ത് സൂര്യപ്രകാശം കൂടുമ്പോൾ വെള്ളത്തിനുള്ളിലെ കാൽഷ്യം പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുകയും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയും കൂടിയാണ് നമുക്ക് ഈ തടാകത്തിന് ഒരു ഡീപ്പ് ബ്ലൂ നിറം നൽകാൻ കാരണമാകുന്നത്. വിൻ്ററിൽ സൺലൈറ്റ് കുറയുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ കുറയുകയും ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൾ ഗ്രേ കളർ തോന്നിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നീല തടാകത്തിന് മൂഡ് സ്വിങ് ഉണ്ടെന്നർത്ഥം. നല്ല മൂഡുള്ളപ്പോൾ നാച്ചുറൽ ബ്ലൂ ലൈറ്റ് അത് നൽകുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്നാണ് അറിയേണ്ടത്, എന്താണ് ഇതിൻ്റെ നാച്ചുറൽ മൂഡ് സ്വിങ് എന്നാണ്. ഐ എം ഫീലിംഗ് ക്യൂട്ട്, ലെറ്റ് മീ ബി ബ്ലൂ, വിൻ്റർ, ഇന്ന് ഞാൻ ചില്ലാകാം, ഗ്രേ മതിയാകും, അങ്ങനെ. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു മെസ്സേജ് പറയട്ടെ.
ഈ ബ്ലൂയിലേക്ക് നമുക്ക് വലിയൊരു ലെസണാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, നമ്മളുടെ മൂഡ് മാറും, സാഹചര്യങ്ങൾ മാറും. പക്ഷെ അതുകൊണ്ട് നമ്മളുടെ വാല്യൂ കുറയുന്നില്ല. ഗ്രേ ആയാലും ബ്ലൂ ആയാലും ഈ തടാകം പോലെ തന്നെ നമ്മൾ മനോഹരമാണ്. ചേഞ്ച് ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് വാട്ട് മേക്സ് യു സ്പെഷ്യൽ എന്നാണ്. അതിനാൽ നിങ്ങൾ ഒരിക്കലും ബ്ലൂയിലേക്ക് സന്ദർശിക്കുമ്പോൾ ഒരു ഫോട്ടോ മാത്രം എടുക്കരുത്, ഒരു ലെസൺ കൂടി കണ്ടുകൊണ്ടേ പോകാവൂ. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു കഥ കൂടി പറയാം. ഒരിക്കൽ മൗണ്ട് ഗാംബിയർ എന്ന സ്ഥലത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു സ്റ്റൈലിഷ് നീല തടാകവും പിന്നെ ഒരു കൂൾ പച്ച തടാകവും. നീല തടാകവും എപ്പോഴും നമ്മളെന്നെ വരും ഷോ ഓഫ് ചെയ്യും. എന്നെ നോക്കൂ, ഞാൻ ഡീപ് ബ്ലൂ ആണ്, എല്ലാവരും എനിക്ക് ഫോട്ടോ എടുക്കാം, എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നു, ഞാൻ എന്തൊരു സുന്ദരിയാണ് എന്ന രീതിയിൽ. പച്ച തടാകം അത് കേട്ട് ചിരിക്കും സാധാരണ. അവർ പറയും, ശരി, നീ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഞാൻ നാച്ചുറൽ ലവറാണ്. ഒരു ദിവസം ടൂറിസ്റ്റുകൾ വന്നു. അവർ നീല തടാകത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞു വാവ് എന്നൊരു എക്സ്പ്രഷനായിരുന്നു. പക്ഷെ അവർ പച്ച തടാകത്തിലേക്ക് പോയപ്പോൾ ആ തടാകത്തിൻ്റെ സൈഡിലുള്ള നേച്ചറും അതിൻ്റെ കളറും എല്ലാം കൂടി ചേർത്ത് ഇത് എന്താ ഇത്ര പീസ്ഫുള്ളായ ഒരു വൈബ് ഈ സ്ഥലത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ പച്ചത്തടാകം പയ്യനെ പറഞ്ഞു, എല്ലാവർക്കും ലൗഡ് ബ്യൂട്ടി വേണ്ടതല്ല, ചിലർക്ക് കാം, ഫ്രഷ്, പീസ്ഫുള്ളായിട്ടുള്ള ബ്യൂട്ടിയാണ് ഇഷ്ടം, അല്ലേ? നീലത്തടാകം ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഒന്ന് സൈലൻ്റായി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും വ്യത്യസ്തരാണ്, പക്ഷേ നമ്മൾ രണ്ടുപേരും സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഗ്രീൻ ബ്യൂട്ടിയാണ്. ഗ്രീൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നീല തടാകത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഗ്രീൻ ലേക്കും ഉണ്ട്. ഈ ഗ്രീൻ ലേക്കിന് വേറൊരു പേരും കൂടിയുണ്ട്, വാലി ലേക്ക് എന്നാണ് ഈ തടാകത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വാലി ലേക്കാണ്. ഈ വാലി ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും സെയിം തന്നെ വോൾക്കാനോ നമ്മുടെ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ വലിയൊരു കുഴിയിൽ മഴവെള്ളം വീണ് നിറഞ്ഞ് ഉണ്ടായ ഒരു തടാകം തന്നെയാണ് ഈ വാലി ലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ സുന്ദരക്കുട്ടൻ. അപ്പം ഈ ഗ്രീൻ ലേക്കിന് എന്തുകൊണ്ടാണ് ഈ പച്ചക്കളർ വന്നതെന്ന് നമുക്കറിയണ്ടേ? എന്നാൽ പിന്നെ ആ കഥയും കൂടെ ഞാൻ പറയാം. ഇത് നമ്മുടെ ബ്ലൂ ലേക്ക് പോലെ ഡ്രാമാറ്റിക് കളർ ചേഞ്ച് ഒന്നും കാണിക്കില്ല, പക്ഷേ ഇതിന് സ്വന്തമായിട്ടൊരു കാമിങ് എഫക്റ്റ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഡെൻസ് ഗ്രീനറിയും വെള്ളത്തിലെ ആൽഗെ ആൻഡ് നാച്ചുറൽ മിനറൽസ്, ഇതിനകത്ത് ആൽഗയും നാച്ചുറൽ മിനറൽസും കൂടുതലുള്ളതിനകത്തും ആ ആൽഗയിലോട്ടും ആൻഡ് നാച്ചുറൽ മിനറലിലോട്ടും നമ്മുടെ സൺലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിന് വരുന്നൊരു റിഫ്ലക്ഷനുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തടാകത്തിന് ഒരു ഗ്രീൻ കളർ നൽകുന്നത്, പച്ച കളർ കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ബ്ലൂയിലേക്ക് കാണിക്കുന്ന പോലെ സീസൺ അനുസരിച്ച് കളർ ചേഞ്ചസ് ഒന്നും കാണിക്കത്തില്ല. ഇതിന് സ്ഥായിയായ ഒരു നിറം ഉണ്ട് എന്നർത്ഥം. ഇതിനോട് ചുറ്റും നമ്മൾ പോയി നിൽക്കുമ്പോൾ ഇതിൻ്റെ നാച്ചുറൽ നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി അധികം ഡക്കുകളും നാച്ചുറലായിട്ട് ആനിമകളും തത്തകൾ, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നാച്ചുറൽ ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലേക്ക്. ഇവയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീനിഷ് എർത്തി ടോൺ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ തടാകത്തിൻ്റെ സൈഡിലൊക്കെ നമുക്കൊരു നാച്ചുറൽ ഫിൽറ്റർ പോലെ നമ്മളെടുക്കുന്ന ഫോട്ടോസിനൊക്കെ ആണെങ്കിലും നല്ലൊരു നാച്ചുറൽ ഒരു ഫീൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളവിടെ ചെന്ന് ഇരിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു റിലാക്സേഷൻ മോഡും കിട്ടുമെന്നുള്ളതാണ് ഈ തടാകത്തിൻ്റെ ഒരു എന്നാ പറയുക പ്രത്യേകത. ഇനിയിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 തടാകത്തെക്കുറിച്ച് ഒരു കുഞ്ഞൊരു ഫണ്ണി സ്റ്റോറി പറയട്ടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഒരു ബ്ലൂ ലേക്കും ഗ്രീൻ ലേക്കും തമ്മിൽ ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായി. എന്താണ് എന്നെക്കുറിച്ച്? ബ്ലൂ ലേക്ക് പറഞ്ഞു, എന്നെ നോക്കൂ, ഞാൻ ബ്രൈറ്റ് ബ്ലൂ ആണ്, എല്ലാവരും എന്നെ കാണാൻ വരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഗ്രീൻ ലേക്ക് എന്തൊക്കെ പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷേ ആളുകൾ എന്നിലോട്ട് വരുമ്പോൾ അവരുടെ മൈൻഡ് കാമാകുന്നു. അപ്പോൾ ബ്ലൂ ലേക്ക് ഒന്ന് ചിന്തിച്ചു, ഞാൻ കണ്ണിനെ സന്തോഷിപ്പിക്കുന്നു, പക്ഷേ ഗ്രീൻ ലേക്കോ നീ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. അവിടെ ഇരുവരും അഗ്രി ചെയ്തു, ഡിഫറെൻറ്റ് വൈബ്സ് സെയിം ബ്യൂട്ടി. കറക്റ്റ് അല്ലേ? അപ്പം ഇതാണ് ഇതിനകത്തെ ഒരു കുഞ്ഞ്. ഇനി ഞാനൊരു പോസിറ്റീവ് മെസ്സേജും കൂടെ പറയട്ടെ. അതായത് നമ്മുടെ വാലിയിലേക്ക് നമുക്കൊരു വലിയൊരു ലെസൺ പഠിപ്പിക്കുന്നു. ബ്ലൂയിലേക്ക് പഠിപ്പിച്ച ലെസൺ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വാലിയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞൊരു ലെസണും കൂടിയാണ് കേട്ടോ. എല്ലാവരും എന്നാ പറയുക, എന്നെപ്പോലെ അല്ലെങ്കിൽ എല്ലാവരും ലൗഡാകേണ്ടതില്ല, എല്ലാവരും പക്ഷേ ഷൈൻ ചെയ്യേണ്ടതുമില്ല. ചിലർ കാമായിട്ടിരിക്കും, സൈലൻ്റ് ആയിട്ടിരിക്കും, അവർ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ശരിക്കും ലൗഡ് ആളുകളെക്കാളും ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കാമായിട്ടിരിക്കുന്ന നല്ല ആളുകളായിരിക്കും. അതായത് അവർ പീസ്ഫുള്ളായിരിക്കും. അതായത് നമ്മൾ ബ്ലൂ ലേക്കിനെ പോലെ വലിയ ബോൾഡും ഗ്രേറ്റൊന്നും ആകണമെന്നില്ല, പക്ഷേ ഗ്രീൻ ലേക്കിനെ പോലെ പീസ്ഫുള്ളാണെങ്കിൽ അതും ഈക്വലി പവർഫുള്ളാണെന്നർത്ഥം.
ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കഥകൾ. അപ്പം നിങ്ങൾക്ക് മൗണ്ട് ഗാംബിയറിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല പ്രകൃതിയുടെ സുന്ദരങ്ങളായിട്ടുള്ള പാർക്കുകളും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കയറിപ്പോകാമെന്ന് പവർ ഹൗസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നടന്ന് കാണാൻ വേണ്ടി ടൈം എടുത്ത് നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കരവാനൊക്കെ എടുത്ത് പോകുവാണെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ മൗണ്ട് ഗാംബിയർ. ഇവിടെ ഞങ്ങൾക്ക് മിസ്സായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പോകുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുക്കിംഗ് സ്റ്റഫ് നമ്മുടെ കയ്യിൽ നമുക്ക് തന്നെ ഒരു ചായ ഇട്ട് കുടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞൊരു സ്റ്റൗ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടൗണിൽ പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ഒരു കുറച്ച് ക്ഷീണമൊക്കെ അനുഭവപ്പെടും. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലൊരു കട്ടൻ ചായ അല്ലെങ്കിൽ നല്ലൊരു ചായയൊക്കെ കിട്ടുമ്പം അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ വൈബ് കൂടുതലായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പോകുമ്പോൾ മറക്കാതെ കരുതേണ്ട ഒരു കാര്യം, കുഞ്ഞൊരു സ്റ്റൗ എടുക്കാൻ പറ്റുമെങ്കിൽ കുഞ്ഞൊരു സ്റ്റൗവും കുറച്ച് വെള്ളവും ചായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്ത് ചായ ഇല്ലാണ്ടൊരു ജീവിതമില്ല എന്നതാണ്. അപ്പം നിങ്ങൾ പോകുമ്പോൾ കുറച്ച് ചായ ഇടാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഇതിൻ്റെ വൈബ് അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ പോലെ ഞങ്ങൾ എല്ലാം നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ച് കണ്ടു തീർക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചെയ്യാതെ സമയമെടുത്ത് ക്യാമ്പ് ചെയ്ത് ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ വൈബൊക്കെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.